തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പതിനാറ് സീറ്റുകളിലേക്കുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 14 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ CPM മത്സരിക്കും. പൊന്നാനിയിലും ഇടുക്കിയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് അടിസ്ഥാനമെന്നും കോടിയേരി. കാസർഗോഡ് KP സതീഷ് ചന്ദ്രൻ, കണ്ണൂർ PK ശ്രീമതി ടീച്ചർ, വടകര P ജയരാജൻ, കോഴിക്കോട് A പ്രദീപ് കുമാർ, മലപ്പുറം PP സാനു SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ആലത്തൂരിൽ PK ബിജുവും പാലക്കാട് MP രാജേഷും ചാലക്കുടിയിൽ ഇന്നസെന്റും വീണ്ടും മത്സരിക്കും. എറണാകുളത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവാണ് സ്ഥാനാർത്ഥി. കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി VN വാസവൻ മത്സരിക്കും. MLA മാരായ AM ആരിഫ് ആലപ്പുഴയിലും വീണ ജോർജ് പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥികളാകും. കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാലാണ് സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിൽ A സമ്പത്തിന് ഇത് തുടർച്ചയായ 3ാം ഊഴം. പൊന്നാനിയിൽ ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് നിലമ്പൂർ MLA PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇടുക്കിയിൽ സിറ്റിംഗ് MP ജോയ്സ് ജോർജിൽ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിക്കുകയാണ് CPM. വനിതാ പ്രാതിനിധ്യം കുറഞ്ഞെന്ന വിമർശനത്തിന് രണ്ടുപേരും ജയിക്കുന്ന സ്ഥാനാർത്ഥികളാണ് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. MLA മാരുടെ സ്ഥാനാർത്ഥിത്വത്തെയും കോടിയേരി ന്യായീകരിച്ചു. MLA മാർ മത്സരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഒരു കാര്യമല്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണയും MLA മാർ മത്സരിച്ചിട്ടുണ്ടല്ലോ. MA ബേബി കഴിഞ്ഞ തവണ MLA ആയപ്പോഴല്ലേ മത്സരിച്ചത്. മുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ നാളെ തുടങ്ങി 20-നുള്ളിൽ പൂർത്തിയാക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇത് പ്രചരണ രംഗത്ത് മേൽക്കൈ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി നേതൃത്വം. 6 സിറ്റിംഗ് എംപിമാരും 6 MLA-മാരും അടങ്ങുന്നതാണ് ഇടതുമുന്നണിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മറ്റ് ഇടത് സ്ഥാനാർത്ഥികളും. പ്രതികരണങ്ങളിലേക്ക്. പാർട്ടിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കും. തീർച്ചയായും എൻ്റെ പ്രവർത്തനവും LDF-ന്റെ ശരിയായ രാഷ്ട്രീയവും ഒക്കെ വിലയിരുത്തി അവർ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും. ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ സഭാതലങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. തങ്ങളെ ചതിച്ചവരെ തങ്ങൾക്കും ചതിക്കാൻ അവസരം, അല്ലെങ്കിൽ തങ്ങൾക്കും പ്രതികാരം ചെയ്യാൻ അവസരം. 2 മണ്ഡലങ്ങൾക്കകത്തും ഏറ്റവും അനുയോജ്യരായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്നതാണ് പാർട്ടി കണ്ടത്. അത് നല്ല രീതിയിൽ തന്നെ ഫലം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്തിനു വേണ്ടി ചെലവ് ചെയ്തു, എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു. ഞാനൊരു 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചാലക്കുടി മണ്ഡലത്തിന് വേണ്ടി നമ്മൾ ചെയ്തത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ LDF ഏറ്റവും തിളക്കമാർന്ന വിജയം കൈവരിക്കുന്നതിനുള്ള ഇടപെടൽ നിശ്ചയമായും ജനങ്ങളുടെയും ഇടതുപക്ഷ പ്രസ്ഥാന സഹായത്തോടുകൂടി ഏറ്റെടുക്കും. പാർട്ടിയെ സംബന്ധിച്ച് തുടക്കം മുതലേ പൊന്നാനി പാർലമെന്ററി പാർട്ടിയും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് ഞാൻ മത്സരിക്കണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരോപണങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ആളാണ്. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടാകണം. അടിസ്ഥാനരഹിതമായി അവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും എൻ്റെ നാട്ടിലെ ജനം തള്ളിക്കളഞ്ഞതാണ്. ഞാൻ എപ്പോഴും ജനങ്ങളോടൊപ്പമായതുകൊണ്ട് എനിക്ക് എപ്പോഴും നല്ല ഫീഡ്ബാക്കാണ്. ഏത് സന്ദർഭത്തിൽ ഇവിടെ പോയാലും നല്ല ഒരു എന്നെ ജനങ്ങൾ സ്വീകരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴേ ഒരു കാര്യം പറയാനുള്ളത്, വടകര മണ്ഡലം LDF തിരിച്ചു പിടിക്കും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി വടകര മണ്ഡലത്തിൽ LDF ജയിക്കും. ദൗത്യം ഏൽപ്പിക്കപ്പെട്ടതിൽ സന്തോഷവും അത് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്ന ആത്മവിശ്വാസവും. പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. 2 തവണ പാർട്ടിയും ജനങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഭംഗിയായി ചുമതലാബോധത്തോടുകൂടി നിറവേറ്റിയിട്ടുണ്ട് എന്ന് പാർട്ടി കണക്കാക്കി എന്നാണ് അതിനർത്ഥം. ആലത്തൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ച പ്രകാരം ഇന്ത്യൻ പാർലമെന്റിനെ ഉപയോഗിക്കാനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായം വാങ്ങിക്കാനും ഫലപ്രദമായ ഇടപെടൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പിന്തുണ വലിയ തോതിൽ ആലത്തൂരിലെ ജനത എനിക്ക് നൽകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. വിജയത്തെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. പിന്നെ കഴിഞ്ഞ 10 വർഷം UDF-ന്റെ പാർലമെന്റ് അംഗം ഇവിടെ ഉണ്ടായിരുന്നു.
പാർലമെൻറ്റ് അംഗത്തിന് ഇവിടെ വികസന കാര്യങ്ങളിൽ ഒന്നും ചെയ്യാനായിട്ടില്ല. പരസ്പരം സഹകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളെന്ന നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാകെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർലമെന്റിൽ പാർട്ടിക്ക് പ്രതിനിധി വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണമെന്ന വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് സിപിഎം സംസ്ഥാന നേതൃത്വം. പരമ്പരാഗത UDF കോട്ടകളിൽ പോലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് സിപിഎം ഒരു മുഴം മുൻപേ ഇറങ്ങുന്നത്. 2 വനിതകൾ, 4 സിറ്റിംഗ് MLA-മാർ, 6 സിറ്റിംഗ് MP-മാർ, 2 ജില്ലാ സെക്രട്ടറിമാർ, ഒപ്പം പുതുമുഖമായി SFIയുടെ ദേശീയ പ്രസിഡന്റ് VP സാനുവും. മുൻകാലങ്ങളിൽ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളുടെ പേരിൽ വിമർശനങ്ങൾ കേട്ട CPM ഇത്തവണ അതിന് തുനിഞ്ഞില്ല. ജനകീയത മുഖ്യ മാനദണ്ഡമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ജയസാധ്യതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണം മുഖ്യ ചർച്ചയാകുന്ന കാലത്ത് 2 സ്ത്രീകളെ മാത്രം രംഗത്തിറക്കിയത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. 2 വനിതകൾ ഇത്തവണ ജയിക്കുന്ന സീറ്റിലാണ് മത്സരിപ്പിക്കുന്നത്. ആരോപണങ്ങളും വിവാദങ്ങളും തീരുമാനത്തെ ബാധിച്ചില്ലെന്നുള്ളതിന് തെളിവാണ് P. ജയരാജന്റെയും PV അൻവറിന്റെയും സ്ഥാനാർത്ഥിത്വം. ജയരാജനെതിരെ CBIയുടെ തുടർ നടപടികളുണ്ടായാൽ അത് പ്രചാരണ രംഗത്തെ മാറ്റിമറിക്കും. താരസംഘടന അമ്മയുടെ പ്രസിഡന്റായിരിക്കെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇന്നസെന്റിന്റെ നിലപാടുകളെ മുൻനിർത്തിയുള്ള വിമർശനങ്ങൾ ഇടതു സഹയാത്രികർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന വിവാദങ്ങളെ എങ്ങനെ മറികടക്കുമെന്നതാണ് ഇനി CPM-ന് മുന്നിലുള്ള കടമ്പ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനെതിരെ LJD കോഴിക്കോട് ജില്ലാ ഘടകത്തിന്റെ പ്രതിഷേധം. പിണറായിയുമായുള്ള ചർച്ചയിൽ വടകര സീറ്റ് ഉറപ്പു നൽകിയിരുന്നു. വടകരയോ കോഴിക്കോടോ ലഭിക്കാത്തതിൽ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകർക്ക് അമർഷമുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തണമോ എന്ന കാര്യം നേതൃയോഗത്തിൽ ആലോചിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. വടകര പാർലമെന്റ് സീറ്റ്, ലോക്സഭാ സീറ്റ് ജനതാദളിനായിരിക്കും എന്ന് ഉറപ്പു നൽകുകയും ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനാ സംവിധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായി ഞങ്ങൾ നടത്തിയത്. CPM-ന്റെ സിറ്റിംഗ് സീറ്റ് അല്ലാതെ പോയിട്ടും വടകരയോ കോഴിക്കോടോ വാങ്ങാൻ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചില്ല എന്നതിൽ പാർട്ടി പ്രവർത്തകന്മാരെല്ലാം വികാരഭരിതരാണ്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് ഉറപ്പിൽ 3ാം സീറ്റെന്ന ആവശ്യത്തിൽ നിന്നും ലീഗ് പിന്മാറുകയാണെന്ന് നേതാക്കൾ അറിയിച്ചു. 2 മണ്ഡലങ്ങളിലും ഉയർന്ന ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടിയും ബഷീറും വ്യക്തമാക്കി. ലീഗിന്റെ 2 സീറ്റുകളിൽ മലപ്പുറത്ത് നമ്മുടെ ബഹുമാന്യരായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ സാഹിബുമായിരിക്കും ഇവിടെ മത്സരിക്കുന്നത്. മലപ്പുറം, പൊന്നാനി സീറ്റുകൾ വെച്ചുമാറുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായി. മണ്ഡലമാറ്റത്തിനുള്ള നീക്കങ്ങൾ ഇന്നലെ വൈകിയും നടന്നെങ്കിലും PK കുഞ്ഞാലിക്കുട്ടി നിലപാട് കടുപ്പിച്ചതോടെ നേതാക്കൾ വഴങ്ങി. 3ാം സീറ്റ് ആവശ്യം ഉപേക്ഷിക്കാനും ലീഗ് തീരുമാനിച്ചു. ഒഴിവ് വരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസിന്റെ ഉറപ്പിനെ തുടർന്നാണ് തീരുമാനം. പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു കയറേണ്ടതുള്ളതുകൊണ്ടാണ് പിന്മാറ്റമെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഭൂരിപക്ഷ സീറ്റ് കോൺഗ്രസ് നേടേണ്ടത് BJPക്കെതിരെ ഒറ്റക്കക്ഷി ആവാൻ അനിവാര്യമായതിനാൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു. പക്ഷേ രാജ്യസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്ന 2 സ്ഥാനങ്ങൾ ഒഴിവ് വരുന്ന മുറക്ക് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊന്നാനിയിൽ വിജയമുറപ്പിക്കാൻ PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണമെന്ന് ഇന്നലെ രാത്രി 5 നിയോജകമണ്ഡലം കമ്മിറ്റികൾ ഹൈദരലി തങ്ങളെ അറിയിച്ചിരുന്നു. എന്നാൽ പൊന്നാനിയിൽ പ്രതിസന്ധിയൊന്നുമില്ലെന്ന് 2 സ്ഥാനാർത്ഥികളും അറിയിച്ചു. പൊന്നാനിയിലും മലപ്പുറത്തും 2 സ്ഥലത്തും ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം UDF-ന് അനുകൂലമാണ്. 10-20 സീറ്റിൽ വലിയ വിജയപ്രതീക്ഷ മിക്ക സീറ്റിലും ഉള്ളപ്പോൾ സ്വാഭാവികമായും മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ നല്ല ലീഡ് ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ധാരാളം മെറ്റീരിയലുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ, ഞങ്ങളൊക്കെ മണ്ഡലത്തിലുണ്ടാക്കിയ വികസനങ്ങൾ, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചാൽ കഴിഞ്ഞ ഇലക്ഷനിലും അതിന് മുമ്പത്തെ ഇലക്ഷനിലുള്ള ഭൂരിപക്ഷത്തെ കുറച്ച് കടത്തി വെട്ടുന്ന മേലെയുള്ള ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല ബോധ്യം. മുൻകാലങ്ങളിലില്ലാത്ത വിധം ഉൾപാർട്ടി ചർച്ചകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഒടുവിലാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച ഇനി ഡൽഹിയിൽ. മുതിർന്ന നേതാക്കളിൽ ആരൊക്കെ മത്സരിക്കണമെന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ അന്തിമ പട്ടിക തയ്യാറാക്കൂ.
മത്സരിക്കാനില്ല നിലപാടിലുറച്ച ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും. തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിട്ട KC വേണുഗോപാൽ. മുതിർന്ന നേതാക്കളുണ്ടെങ്കിലേ കളം പിടിക്കാനാവൂവെന്ന് പാർട്ടിയിലെ പൊതുവികാരം. ഈ സാഹചര്യത്തിൽ തീരുമാനം കേന്ദ്രം തന്നെ എടുക്കട്ടെ എന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ. രാഹുൽ ഗാന്ധിയുമായി തിങ്കളാഴ്ച നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. KPCC ആസ്ഥാനത്ത് നടന്ന ചർച്ചയിൽ സിറ്റിംഗ് സീറ്റുകൾ ഒഴികെയുള്ള മണ്ഡലങ്ങളിലെ സാധ്യതാ പട്ടികയാണ് ചർച്ച ചെയ്തത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, AI ഗ്രൂപ്പുകളെ പ്രതിനിധീകരിച്ച ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. MLA-മാരെ ഒഴിവാക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ ഇളവ് ചോദിക്കാനും തീരുമാനമായി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ പേരാണ് ഒന്നാമത്തെ പരിഗണന. സിറ്റിംഗ് MP-മാരിൽ എറണാകുളത്ത് KV തോമസിനും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കും പകരം സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന ആവശ്യവും ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കും. KV തോമസ് മാറിയാൽ ഹൈബിയുടെ MLA ആവും സ്ഥാനാർത്ഥി. മുതിർന്ന നേതാക്കളിൽ പലർക്കും മത്സരിക്കാൻ താല്പര്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചാൽ തീരുമാനം മാറ്റേണ്ടി വരും. അങ്ങനെയെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരിലും മാറ്റം വരാം. R. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. രണ്ടില പിളരുമോ എന്നറിയാൻ ഒരു ദിവസം മാത്രം. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾ നാളെ നടക്കാനിരിക്കെ കേരള കോൺഗ്രസിലെ ഇരുവിഭാഗവും ഉറച്ച നിലപാടിലാണ്. സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തിൽ PJ ജോസഫ് ഉറച്ചു നിൽക്കുമ്പോൾ അത് തകർക്കാനുള്ള നീക്കത്തിലാണ് മാണി വിഭാഗം. നാളെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി. ജോസഫും മാണിയും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ കോട്ടയം സീറ്റിൽ ആരു മത്സരിക്കുമെന്ന അനിശ്ചിതത്വം തുടരുകയാണ്. സഭാ നേതൃത്വങ്ങൾ വഴി ജോസഫിനെ അനുനയിപ്പിക്കാൻ മാണി നടത്തിയ നീക്കവും പൂർണ്ണമായി വിജയം കണ്ടിട്ടില്ല. ഇതോടെയാണ് ജോസഫിനെ സ്വാഗതം ചെയ്യാതെ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്ന കടുത്ത നിലപാടിലേക്ക് ജോസ് കെ മാണി എത്തിയത്. പാർട്ടി തീരുമാനമെടുക്കും. ഉമ്മൻചാണ്ടിയെ തന്നെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും സജീവമാണ്. അങ്ങനെയെങ്കിൽ ഇടുക്കി സീറ്റ് മാണി വിഭാഗത്തിന് നൽകി ജോസഫ് സ്ഥാനാർത്ഥിയാകും. പക്ഷേ ഈ നീക്കങ്ങളെ ജോസ് കെ മാണി തള്ളിക്കളയുന്നു. കോട്ടയത്തിന് പുറമെയാണല്ലോ നമ്മൾ സീറ്റുകൾ രണ്ടാമത് ചോദിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? രണ്ടിലയുടെ രാഷ്ട്രീയത്തിൽ നാളത്തെ ദിവസം നിർണായകമാണ്. തർക്കങ്ങൾ രൂക്ഷമായാൽ മാണിയെയും ജോസഫിനെയും ചുമതലപ്പെടുത്തി യോഗം പിരിയാനാണ് സാധ്യത. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ നടക്കേണ്ടതിനാൽ കേരള കോൺഗ്രസിന് തീരുമാനത്തിലെത്തിയേ മതിയാകൂ. G. ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടരുന്ന ആശയക്കുഴപ്പം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന BJP ക്യാമ്പിന് വലിയ വെല്ലുവിളിയാവുകയാണ്. തിരുവനന്തപുരം ഒഴികെ വിജയസാധ്യത പുലർത്തുന്ന പല പ്രധാന മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ധാരണയിലെത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ കുമ്മനം രാജശേഖരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്നത് പ്രവർത്തകർക്ക് ആവേശമായിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ഇടതുമുന്നണിക്ക് പിന്നാലെ UDFും അവസാനഘട്ട ചർച്ചകളിലാണ്. 2 ദിവസത്തിനുള്ളിൽ UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പക്ഷേ BJP ക്യാമ്പിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിലൊന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു രൂപവുമില്ല. ഇതിനിടെ കുമ്മനം രാജശേഖരന്റെ തിരിച്ചുവരവ് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശത്തിന് വഴിവെച്ചിട്ടുണ്ട്. കുമ്മനത്തെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ അത് തിരുവനന്തപുരം പാർലമെന്റിന്റെ ചരിത്രത്തിൽ NDA നേടുന്ന ഒരു റെക്കോർഡ് വിജയമായിരിക്കും അത് എന്നുള്ളതിൽ സംശയമില്ല. BDJSുമായുള്ള സീറ്റ് വിഭജനത്തിൽ പോലും അന്തിമധാരണ ഉണ്ടായിട്ടില്ല. BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളപ്പള്ളി മത്സരിക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുന്നതാണ് ഇതിനു കാരണം. സംസ്ഥാനത്തെ മുൻനിര നേതാക്കൾ എല്ലാവരും തന്നെ സീറ്റിനായി രംഗത്തുണ്ട്. പക്ഷേ വിജയിക്കണമെങ്കിൽ പൊതുസമ്മതനെ രംഗത്തിറക്കണമെന്നതാണ് RSS നിലപാട്. A+ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ പൊതുസമ്മതർക്ക് തന്നെയാണ് പ്രധാന പരിഗണന. കുമ്മനം രാജശേഖരനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തിലൂടെ സംസ്ഥാന BJPയിൽ RSS നേതൃത്വം കൂടുതൽ പിടിമുറുക്കുകയാണ്. പാർട്ടി പുനഃസംഘടനയ്ക്ക് ശേഷം BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ കൂടുതൽ അസംതൃപ്ത വിഭാഗങ്ങൾ രൂപപ്പെടുന്നതിനിടയിൽ കൂടിയാണ് കുമ്മനം രാജശേഖരൻ തിരിച്ചെത്തുന്നത് എന്നതും പ്രസക്തം. ഇതോടെ സംസ്ഥാന നേതൃത്വത്തിന് ബദലായി കുമ്മനം രാജശേഖരനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു ശാക്തിക കേന്ദ്രം രൂപപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തിരുവനന്തപുരത്തിന് പുറമെ സംസ്ഥാനത്തിന്റെ പല മണ്ഡലങ്ങളിലും കുമ്മനം രാജശേഖരൻ തന്നെയായിരിക്കും പ്രചരണത്തിന്റെ കേന്ദ്രം. കുമ്മനത്തിന്റെ മടങ്ങിവരവ് പാർട്ടിയിൽ നേതൃമാറ്റത്തിന് വഴിവെക്കുമെന്നും BJPയുടെ ചില കേന്ദ്രങ്ങൾ സൂചന നൽകുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. കുമ്മനം രാജശേഖരൻ ഒരു സ്ഥാനാർത്ഥി മാത്രമാണെന്നും ഗവർണറായിരുന്നതുകൊണ്ട് വോട്ട് കിട്ടില്ലെന്നും തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി C. ദിവാകരൻ. മറ്റാരും തയ്യാറാകാത്തതിനാലാണ് ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന ആത്മവിശ്വാസം BJPക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നും കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ O. രാജഗോപാലിന് ലഭിച്ചത് BJP വോട്ടുകളല്ലെന്നും C. ദിവാകരൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18ന്റെ വരികൾക്കിടയിൽ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുമ്മനം തന്നെ രാജിവെച്ച് ഇവിടെ വന്നതാ മത്സരം കാഴ്ചവെക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്താണ് BJP. O. രാജഗോപാൽ മൊബിലൈസ് ചെയ്ത അത് BJP വോട്ടല്ല.
അത് നോൺ BJP വോട്ട് ഒരു സെറ്റ് വോട്ടുണ്ട്. അത് എന്തായാലും ഇദ്ദേഹത്തിന് കിട്ടുമെന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് കുമ്മനം രാജശേഖരനല്ല ആര് വന്നാലും അവരെല്ലാം ശരത്തെ അവരെല്ലാം സ്ഥാനാർത്ഥിയാണ്, അല്ലാതെ വേറെ ആരുമല്ല അവർ. ഇപ്പോൾ അദ്ദേഹം ഗവർണറൊന്നും അല്ലല്ലോ. ഇല്ല, നരേന്ദ്രമോദി നാളെ ഇലക്ഷൻ അദ്ദേഹം നരേന്ദ്രമോദി ഞാൻ പ്രൈം മിനിസ്റ്ററാണ്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഓൺലി ഈസ് ആഫ്റ്റർ എ കാൻഡിഡേറ്റ്. താങ്കൾ പറഞ്ഞു വരുന്നത് ഈ പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കാൻ വിമുഖത കാട്ടിയപ്പോൾ കുമ്മനത്തെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചുകൊണ്ടൊന്ന് മത്സരിപ്പിക്കുന്നു. ഉറപ്പല്ലേ? വാർത്തകൾ വന്ന അങ്ങനെയല്ലേ? അവസാനം പ്രൈം മിനിസ്റ്റർ അനുവാദം കൊടുത്തു. വിജയം സംബന്ധിച്ച ഒരു ആത്മവിശ്വാസം BJPക്ക് തിരുവനന്തപുരത്ത് പഴയ പോലെ ഇല്ലെന്നാണോ പറയുന്നത്? അല്ല, പഴയ പോലെ നല്ല ഒരു കാലത്ത് അവർക്കില്ല. വരികൾക്കിടയിൽ പരിപാടിയുടെ പൂർണ്ണരൂപം കാണാം. നാളെ രാവിലെ 9-നും രാത്രി 9-നും. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം രാജശേഖരന് ഗാർഡ് ഓഫ് ഓണറോടെ യാത്രയയപ്പ്. സംസ്ഥാന മന്ത്രിമാർ അടക്കമുള്ളവർ യാത്രയയക്കാൻ ഹെലിപാഡിൽ എത്തി. ഇന്ന് രാത്രി കുമ്മനം ഡൽഹിയിലെത്തും. നാളെ ഡൽഹിയിൽ BJP പ്രവർത്തകർ സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല. ചൊവ്വാഴ്ചയ്ക്കകം പ്രഖ്യാപനമുണ്ടാകും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷൻ ഇന്നും ഡൽഹിയിൽ യോഗം ചേരും. 7-8 ഘട്ടങ്ങളിലായാകും വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പ് തീയതികൾ അറിയാൻ രാജ്യം കാതോർത്തിരിക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻസ് തുടരുകയാണ്. ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു നേരത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. എന്നാൽ ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 5 മെഗാ ഉദ്ഘാടനങ്ങളുടെ സമയക്രമം വന്നതോടെ ഇന്നും പ്രഖ്യാപനമുണ്ടാകില്ലെന്ന് ഉറപ്പായി. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് ഏത് ദിവസവും പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. സംസ്ഥാന സന്ദർശനങ്ങൾക്ക് ശേഷം കമ്മീഷൻ സുരക്ഷാ സന്നാഹങ്ങളെപ്പറ്റി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ചകൾ പൂർത്തിയാക്കി. ഏപ്രിൽ-മെയ് മാസങ്ങളിൽ 7-8 ഘട്ടങ്ങളിലായാകും വോട്ടെടുപ്പ്. കഴിഞ്ഞ തവണ 9 ഘട്ടങ്ങളായിരുന്നു. വോട്ടെണ്ണൽ മെയ് 3-ാം വാരം പ്രതീക്ഷിക്കാം. ലോക്സഭയുടെ കാലാവധി ജൂൺ 3 വരെ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പ്രഖ്യാപനം ഏതാനും ദിവസം വൈകിയതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളുടെ വിശദീകരണം. കേരളത്തിൽ വിഷുവിനും ഈസ്റ്ററിനുമിടയിലോ മെയ് ആദ്യമോ തീയതി നിശ്ചയിക്കുന്ന കാര്യമാണ് ചർച്ചകളിൽ ഉയർന്നത്. 1150 പ്രശ്നബാധിത ബൂത്തുകളുള്ള സംസ്ഥാനത്ത് സുരക്ഷയ്ക്കായി 149 കമ്പനി അർദ്ധ സൈനിക വിഭാഗങ്ങളെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ലെന്ന് ഇന്ത്യ. നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസയോഗ്യമാകുന്ന തെളിവുകൾ പുറത്തുവിടണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ആവശ്യപ്പെട്ടു. കശ്മീരിൽ സൈനികനെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത തെറ്റാണെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഭീകരർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ടുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തെ വിദേശകാര്യ മന്ത്രാലയം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പുതിയ പാകിസ്ഥാൻ, പുതിയ ചിന്ത എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ പുതിയ നടപടികളും പാകിസ്ഥാൻ സ്വീകരിക്കണം. പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു. ഇന്ത്യയുടെ 2ാമത്തെ വിമാനം വെടിവെച്ചിട്ടതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്നില്ല എന്നും രവീഷ് കുമാർ ചോദിച്ചു. As Pakistan claims they have a video recording of the downing of the second Indian aircraft, why have they not shared the evidence or the video with the international media? അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണർ സൊഹൈൽ മഹ്മൂദ് കൂടിക്കാഴ്ച നടത്തി. നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയെ ഇന്ത്യയും തിരികെ വിളിച്ചിരുന്നു. മധ്യ കശ്മീരിലെ ബുഡ്ഗാം ജില്ലയിൽ നിന്നും സൈനികനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി എന്ന റിപ്പോർട്ട് വ്യാജമാണെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് 18, ഡൽഹി. സൈനിക നടപടികൾ സർക്കാരിന്റെ നേട്ടമായി ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UPA സർക്കാരിന് തീവ്രവാദത്തിനെതിരെ ഒന്നും ചെയ്യാനായില്ലെന്നും മോദി കുറ്റപ്പെടുത്തി. BJPക്ക് തീവ്രവാദികളോട് മൃദു സമീപനമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് സൈനിക നടപടിയെ സർക്കാർ നേട്ടമായി പ്രധാനമന്ത്രി ഉയർത്തിക്കാണിച്ചത്. തീവ്രവാദി ആക്രമണങ്ങൾക്കെതിരെ UPA സർക്കാരിന് ഒന്നും ചെയ്യാനായില്ല. സർക്കാരിന്റെ നിശബ്ദത പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനമായി. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി. തീവ്രവാദ സംഘടനകളെ അത് അറിയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു.
कि रात को 3:30 बजे पाकिस्तान की नींद खत्म हो गई। हम तो चुप थे, हम सोच रहे थे क्या होता है देखते हैं। पाकिस्तान ऐसा घबरा गया था कि 5 बजे उसने ट्वीट कर करके रोना शुरू कर दिया, मोदी ने मारा, मोदी ने मारा। ഇന്ത്യയുടെ സൈനിക നടപടിയെ ചിലർ വിമർശിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ്. വിമർശനം തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനേ ഉതകൂവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ബിജെപിക്ക് തീവ്രവാദികളോട് മൃദു സമീപനമാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. ജെയ്ഷെ മുഹമ്മദ് തലവനെ പാകിസ്ഥാന് വിട്ടുകൊടുത്ത ചരിത്രമാണ് ബിജെപിക്കുള്ളത്. आप देश को समझाइए कि मसूद अजहर को कैसे वापस भेजा, किसने भेजा, किस सरकार ने भेजा. കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ന്യൂസ് 18 ഡൽഹി. 13,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി മുങ്ങിയ നിരവ് മോദി ലണ്ടനിൽ ആഡംബര ജീവിതം നയിക്കുന്നതായി സ്ഥിരീകരണം. നിരവ് മോദിയെ വിട്ടുകിട്ടാനായി നൽകിയ അപേക്ഷ ബ്രിട്ടീഷ് അധികൃതർ കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. കാവൽക്കാരൻ എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദി ചങ്ങാതികളെ സഹായിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിരവ് മോദിക്കും പ്രധാനമന്ത്രി മോദിക്കും ഒട്ടേറെ സാമ്യമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇരുവരും ഇന്ത്യയെ കൊള്ളയടിച്ചുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വായ്പാ തട്ടിപ്പ് നടത്തി 1 വർഷം മുമ്പ് മുങ്ങിയ നീരവ് മോഡി ലണ്ടനിലെ വെസ്റ്റ് എൻഡിൽ സുഖജീവിതത്തിലാണ്. 8 മില്യൺ യൂറോയുടെ അപ്പാർട്ട്മെന്റ്, ധരിച്ചിരിക്കുന്നത് ഒട്ടകപ്പക്ഷിയുടെ തുകൽ കൊണ്ടുള്ള കോട്ട്, വില 9 ലക്ഷം രൂപയോളം. പുതിയ വജ്രവ്യാപാര സ്ഥാപനത്തിന്റെ ഉടമ, ഓൺലൈൻ ബാങ്ക് ഇടപാടുകൾക്ക് സർക്കാർ രേഖകൾ, വളർത്തുനായയുമായി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പതിവ് നടത്തം. ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫാണ് ഇന്ത്യയിലെ പിടികിട്ടാപ്പുള്ളിയുടെ സുഖജീവിതത്തിന്റെ വിവരങ്ങൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടത്. തെരുവിൽ പിന്തുടർന്നു ചെന്ന് റിപ്പോർട്ടർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പ്രതികരിക്കാനില്ലെന്ന ഒരു വാചകം മാത്രം. മോഡിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ ശക്തമായ സമ്മർദ്ദം തുടരുകയാണെന്നും ബ്രിട്ടനിൽ നിന്ന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു. We have made a request for extradition with the UK authorities in August last year. Despite whatever we see on television today, the status remains the same. UK is still to respond or is still considering a request for extradition of Nirav Modi. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച നീരവ് മോദിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ നൽകിയ അപേക്ഷ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയിലാണ്. ന്യൂസ് 18 ഡൽഹി. അയോധ്യ ഭൂമി തർക്ക കേസിൽ സുപ്രീംകോടതിയുടെ മധ്യസ്ഥ ശ്രമത്തെ വിമർശിച്ച് RSS. മധ്യസ്ഥതയ്ക്കുള്ള സുപ്രീംകോടതിയുടെ നീക്കം ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഹിന്ദുക്കൾ നിരന്തരം അവഗണിക്കപ്പെടുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി വിധി പറഞ്ഞത് വിഭിന്ന അഭിപ്രായം പറഞ്ഞ വനിതാ ജഡ്ജിയുടെ വാക്കുകൾ പരിഗണിക്കാതെയായിരുന്നു. അയോധ്യ ഭൂമി തർക്ക വിഷയത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള തടസ്സം നീക്കണമെന്നും RSS ആവശ്യപ്പെട്ടു. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആകാശിന്റെ വിവാഹം അല്പസമയത്തിനകം നടക്കും. റൂസി ബ്ലൂ ഡയമണ്ട്സ് ഉടമ റസൽ മേത്തയുടെ മകൾ ശ്ലോക മേത്തയാണ് വധു. ഐക്യരാഷ്ട്രസഭ മുൻ സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, ശ്രീലങ്കൻ കോച്ച് മഹേള ജയവർദ്ധന തുടങ്ങി നിരവധി പ്രമുഖർ ട്രൈഡൻ ഹോട്ടലിൽ നടക്കുന്ന വിവാഹ പൂർവ്വ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ബാന്ദ്രയിലെ ജിയോ വേൾഡ് സെന്ററിൽ വൈകിട്ട് 7:30 വിവാഹം. എം വി ജയരാജൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാകും. പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയാവുന്നത്. പി ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും ധാരണയായി. എം വി ജയരാജന് പകരം പി ശശി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയേക്കും. ദേവസ്വം ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഉപയോഗിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ധനലക്ഷ്മി ബാങ്കിന്റെ ഓഹരി വാങ്ങിയതിനെതിരെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ ഓഹരി വാങ്ങുന്നതിലൂടെ ജീവനക്കാർക്ക് പണം നഷ്ടമായേക്കാമെന്ന മുന്നറിയിപ്പാണ് ഓഡിറ്റ് വിഭാഗം നൽകുന്നത്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ബോർഡിന്റെ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമലയടക്കം വിവിധ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന 4000 ജീവനക്കാരുടെ PF തുകയാണ് ധനലക്ഷ്മി ബാങ്കിന്റെ ഓഹരിയിൽ ബോർഡ് നിക്ഷേപിച്ചത്. കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ലീന മരിയ പോളിന് സെനഗലിൽ നിന്ന് ഭീഷണി കോളുകൾ വന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. 15ഓളം ഭീഷണി കോളുകൾ വന്നു.
ചില ഫോൺ കോളുകൾക്ക് 5 മിനിറ്റിലധികം ദൈർഘ്യമുണ്ടായിരുന്നു. ഓരോ ഫോൺ സന്ദേശങ്ങളുടെയും വിശദാംശങ്ങളും എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട്. സെനഗലിൽ പിടിയിലായ രവി പൂജാരിയെ വിട്ടുകിട്ടുന്നതിനാവശ്യമായ നടപടികൾ പുരോഗമിക്കുകയാണ്. വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് വനിതാ പൈലറ്റിനെ അപമാനിക്കാൻ ശ്രമം. ഇന്നലെ രാത്രി 11:15 വിമാനത്താവളത്തിൽ വാഹനം കാത്തുനിൽക്കെ കാറിലെത്തിയയാൾ അശ്ലീല ചുവയോടെ സംസാരിച്ചെന്നാണ് പരാതി. ഡൽഹി സ്വദേശിനിയായ വനിതാ പൈലറ്റിന്റെ പരാതിയിൽ വലിയതുറ പോലീസ് കേസെടുത്തു. ഇടുക്കി പ്രസ് ക്ലബിന്റെ ഈ വർഷത്തെ KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരം സുവി വിശ്വനാഥിന്. ന്യൂസ് 18 തൃശൂർ സീനിയർ റിപ്പോർട്ടറാണ് സുവി വിശ്വനാഥ്. 10,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. 11-ാം തീയതി തൊടുപുഴ പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജോയ്സ് ജോർജ് MP പുരസ്കാരം സമ്മാനിക്കും. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംപ്രേഷണം ചെയ്ത തോൽക്കാത്ത പങ്കജാക്ഷിയും സുഭദ്രയും എന്ന വാർത്തയാണ് അവാർഡിന് അർഹമായത്.